അങ്ങനെയല്ലല്ലോ നമ്മള് പറഞ്ഞു വെച്ചേ. അല്ലല്ല നമ്മള് പറഞ്ഞു വെച്ചേക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഉത്തരം പറയും. എന്നെ ഇമോഷണലി, മെന്റലി, ഫിസിക്കലി ചേഞ്ച് ചെയ്ത ഒരാളാണ് അല്ലേ? ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ച അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ. ഇപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു വെറുതെ കണ്ണുരുട്ടിയതിന് അപ്പൊ കഴിയും. ഇവളുടെ ഓരോ ദിവസത്തെ കളിയും ചിരിയും ഒക്കെ ഭയങ്കര രസമാണ്. ഓരോ ദിവസം ഓരോ വേർഡൊക്കെ ആയിട്ട് വരും കേട്ടോ. ജനിച്ചിട്ട് എന്താന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 മാസമായിട്ട് ബുച്ചു 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 അല്ലേ, അങ്ങനെയാ പറയണേ. അത് നല്ല രസാട്ടോ കേൾക്കാനായിട്ട്. കല്ലുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാര് എനിക്കൊന്ന് ആദ്യത്തെ ആള് ഈജയാണ്. ഈജ എന്ന് പറയുന്നത് എൻ്റെ അമ്മ കേട്ടോ. അവള് ജനിച്ച സമയം തൊട്ടിട്ട് അവളെ നോക്കണ അമ്മയാണ്. ഇപ്പോഴും എനിക്ക് ജോബുണ്ട്. രാവിലെ വൈകിട്ടും മാത്രം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നോക്കുന്നത്. അവളുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മേനെ മുമ്പൊക്കെ അവൾ അമ്മമ്മേന്ന് വിളിക്കുന്നത്, മമ്മമ്മേന്നാ വിളിക്കുക. ഇപ്പൊ പേര് വിളിക്കുന്നത് അമ്മേന്ന് വിളിക്കല്ലെങ്കിൽ ഈജ. അത് പേര് വിളിക്കുന്നുണ്ട്. പിന്നെ മാമനെ കുറിച്ച് പറയാനാണെങ്കിൽ, അപ്പോൾ ഇവന് ജോബിന് പോകാനാവുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് ഫ്രഷപ്പ്. ഇവനൊരു 5 മിനിറ്റ് കൊണ്ട് കുളിച്ചു. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. കുളിച്ച് ഫ്രഷായിട്ട് എന്നിട്ട് ഷർട്ടൊക്കെ ഇട്ട് താഴേക്ക് വരുമ്പോൾ ഞങ്ങൾ താഴെ ഉണ്ടാകും എന്തായാലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവൻ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് കുളിക്കും. പക്ഷെ അവക്ക് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നമ്മളെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമല്ലോ. അർജുൻ അവൻ ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ അർജുൻ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ മാമ അങ്ങനെ പറഞ്ഞു വരും. ഇതെന്തിയെന്നൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനെ എടുത്ത് എൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവള് കേൾക്കുമ്പോൾ മാമ. പിന്നെ ഇവൻ ഷൂ ഇടുമ്പോൾ ഷൂ തൊട്ടിട്ട് മാമൻ്റെയാന്ന് പറയും. മാമന്റെ മോളാണ് ശരിക്കും പറഞ്ഞത്. അവക്ക് എന്നോടൊരു അത് ശരിയാട്ടോ. മുമ്പ് എല്ലാരും ഉണ്ടെങ്കിൽ പോലും എന്നെ ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവള് ആദ്യം ചച്ചാന്ന് പറയില്ല.